ഹായ് ഫ്രണ്ട്സ്, സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയൊരു അധ്യായത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെറ്റ്, ലെറ്റ്സ് എന്നിവയുടെ ഉപയോഗത്തെക്കുറിച്ചാണ്. ലെറ്റ് എന്നുള്ളത് നാം പലപ്പോഴും പെർമിഷൻ ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അത് ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ ഇൻഫോർമൽ ആയിട്ടാണ് നാം ഉപയോഗിക്കാറുള്ളത്. Let is used in asking for permission in a friendly and informal way. നമുക്ക് കുറച്ച് എക്സാമ്പിളുകൾ പരിചയപ്പെടാം. Let me make a call from here. What does it mean? ഞാൻ പറഞ്ഞു പെർമിഷൻ ചോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ലെറ്റ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഇതിന്റെ അർത്ഥം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. Let me make a call from here. ഞാൻ ഇവിടെ നിന്ന് ഒരു കോൾ വിളിച്ചോട്ടെ എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. Let me make a call from here. ഞാൻ ഇവിടെ നിന്നിട്ട് ഒരു കോള് വിളിച്ചോട്ടെ. അടുത്തൊരു സെന്റൻസ്. Let me sleep for some time. I am tired. What does it mean? ഞാൻ കുറച്ചു സമയം ഉറങ്ങിക്കോട്ടെ. പെർമിഷൻ ചോദിക്കുകയാണ് ഒരു വ്യക്തിയോട്. ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. Let me sleep for some time. ഞാൻ കുറച്ചു സമയം ഉറങ്ങിക്കോട്ടെ. I am tired. ഞാൻ വളരെയധികം ക്ഷീണിതനാണ് എന്നുള്ളതാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് പരിചയപ്പെടാം. Let me take a rest for some time. Let me take, ഞാൻ എടുത്തോട്ടെ. A rest, കുറച്ച് വിശ്രമം. For some time, കുറച്ചു സമയത്തേക്ക്. ഞാൻ കുറച്ചു സമയത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്തോട്ടെ എന്ന് ഒരാളോട് പെർമിഷൻ ചോദിക്കുന്ന ഒരു സെന്റൻസ് ആണ് ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ടത്. Let me take a rest for some time. ഓക്കെ, നമുക്ക് അടുത്തൊരു സെന്റൻസ് നോക്കാം. Let me speak. What does it mean? ഞാനൊന്ന് സംസാരിച്ചോട്ടെ. Let me speak. ഞാനൊന്ന് സംസാരിച്ചോട്ടെ. അപ്പോൾ ആസ്കിങ് പെർമിഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ലെറ്റ് എന്നുള്ളത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഒരു യൂസേജ് മാത്രമേ ആയിട്ടുള്ളൂ. ഇനിയും നമ്മൾ ഒരുപാട് ഉപയോഗങ്ങൾ ഇതിന്റെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, അടുത്തൊരു ഉപയോഗം നമുക്ക് നോക്കാം. അതിനു മുമ്പ് ലെറ്റിന്റെ ഉപയോഗം നമ്മൾ ഇനിയും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. എന്താണ് ലെറ്റ്സ്? ലെറ്റ് അസ് എന്നുള്ളതിന്റെ ഷോർട്ട് രൂപമാണ് ലെറ്റ്സ് എന്നുള്ളത്. ഇതിന്റെ അർത്ഥം, ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് എന്തെങ്കിലുമൊക്കെ സജഷൻസ് പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ചെയ്യാം എന്നുള്ള ഒരു മീനിങ്ങിലുള്ള സജഷൻസ് ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. ലെറ്റ്സ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് സജഷൻസ്. അപ്പോൾ കുറച്ച് എക്സാമ്പിളുകൾ നമുക്ക് പരിചയപ്പെടുമ്പോൾ ഇതിനെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ലെറ്റ്സ് ഗോ ബൈ ട്രെയിൻ ഒരു സജഷൻ ആണ്. എന്താ? നമുക്ക് ട്രെയിനിൽ പോകാം എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ലെറ്റ്സ് ഗോ ബൈ ട്രെയിൻ. നമുക്ക് ട്രെയിനിൽ പോകാം. എൻ്റെ ഒരു സജഷൻ മറ്റൊരു വ്യക്തിയോട് പറയുന്നു, നമുക്ക് ട്രെയിനിൽ പോകാം. മറ്റൊരു എക്സാമ്പിൾ, ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. നമുക്ക് കാത്തിരുന്ന് കാണാം. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്തൊരു എക്സാമ്പിൾ ആണ് ലെറ്റ്സ് നോട്ട് ടേക്ക് എനി ആക്ഷൻ അഗെയിൻസ്റ്റ് ദം. നമുക്ക് അവർക്കെതിരെ ഒരു ആക്ഷനും എടുക്കണ്ട. ലെറ്റ്സ് നോട്ട് ടേക്ക് എനി ആക്ഷൻ. ലെറ്റ്സ് നോട്ട് ടേക്ക് എനി ആക്ഷൻ അഗെയിൻസ്റ്റ് ദം. അഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞാൽ എതിരെ, ദം അവർ. അപ്പോൾ അവർക്കെതിരെ ഒരു ആക്ഷനും നമുക്ക് എടുക്കണ്ട എന്നുള്ള ഒരു സജഷൻ ആണ് ഈ സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു എക്സാമ്പിൾ, ലെറ്റ്സ് നോട്ട് ടോക്ക് അബൌട്ട് ഇറ്റ് നൗ. ലെറ്റ്സ് നോട്ട് ടോക്ക്, നമുക്കിപ്പോൾ സംസാരിക്കണ്ട. അബൌട്ട് ഇറ്റ്, അതിനെക്കുറിച്ച്. നൗ, ഇപ്പോൾ. ലെറ്റ്സ് നോട്ട് ടോക്ക് അബൌട്ട് ഇറ്റ് നൗ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കേണ്ട എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ലെറ്റ്സ് ഫോർഗിവ് ദം. നമുക്ക് അവരോട് ക്ഷമിക്കാം അല്ലെങ്കിൽ അവർക്ക് വിട്ടുകൊടുക്കാം എന്നുള്ള അർത്ഥമാണ്. ലെറ്റ്സ് ഫോർഗിവ് ദം. നമുക്ക് അവർക്ക് വിട്ടുകൊടുക്കാം അല്ലെങ്കിൽ അവരോട് ക്ഷമിക്കാം. അപ്പൊ നമ്മൾ ഇതിന്ന് എന്താണ് മനസ്സിലാക്കിയത്? ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ലെറ്റ്സ് എന്ന് പറഞ്ഞിട്ട് സംതിങ്, നമ്മൾ എന്താണോ പ്രവൃത്തി പറയുന്നത് അത് നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇതിന്റെ ഒരു മീനിങ് വരുന്നത്. മേക്കിംഗ് സജഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ലെറ്റ്സ് എന്നുള്ളത് ഉപയോഗിക്കുന്നത്. ഇത് പ്രത്യേകിച്ചും നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഫസ്റ്റ് ഒരു എക്സാമ്പിൾ ഒന്ന് ശ്രദ്ധിക്കുക. ലെറ്റ്സ് ഗോ ബൈ ട്രെയിൻ. നമുക്ക് എന്നുള്ളൊരു അർത്ഥത്തിലാണ് ലെറ്റ്സ് എന്നുള്ളത് വരുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ ബൈ ട്രെയിൻ. നമുക്ക് ട്രെയിനിൽ പോകാം. ആ സജഷൻസ് അത് പ്രത്യേകം നോട്ട് ചെയ്യുക. നിങ്ങൾ ഈ ലെസൺസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു നോട്ട്ബുക്കിലോട്ട് പകർത്തി എഴുതിയെടുക്കുക. എന്നിട്ട് ഒന്നുകൂടി അനലൈസ് ചെയ്തിട്ട് ഡീപ്പായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, സോ നമുക്ക് ലെറ്റിന്റെ അടുത്തൊരു ഉപയോഗത്തിലോട്ട് പോകാം. ലെറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഓഫറിംഗ് ഹെൽപ്പ് ടു സംബഡി.
ആർക്കെങ്കിലും നമ്മൾ സഹായം ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് അത് ആ ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലെറ്റ് എന്നുള്ളത് ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ലെറ്റ് മീ ക്യാരി യുവർ ബാഗ്. ഞാൻ നിങ്ങളുടെ ബാഗ് പിടിക്കണോ എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ലെറ്റ് മീ ക്യാരി യുവർ ബാഗ്. ഞാൻ നിങ്ങളുടെ ബാഗ് പിടിക്കണോ. നെക്സ്റ്റ് വൺ, ലെറ്റ് മീ ഓപ്പൺ ദ ഡോർ. ഞാൻ ഡോർ ഓപ്പൺ ചെയ്യണോ, തുറക്കണോ എന്നുള്ള അർത്ഥമാണ്. ലെറ്റ് മീ ഓപ്പൺ ദ ഡോർ. ഞാൻ ഡോറ് തുറക്കണോ. അടുത്ത എക്സാമ്പിൾ, ലെറ്റ് മീ ഹെൽപ്പ് യു. ഞാൻ നിങ്ങളെ സഹായിക്കണോ. അവിടെ കണ്ടോ, സഹായം നമ്മൾ ഓഫർ ചെയ്യാണ് മറ്റൊരു വ്യക്തിക്ക്. ലെറ്റ് മീ ഹെൽപ്പ് യു. ഞാൻ നിങ്ങളെ സഹായിക്കണോ. നെക്സ്റ്റ് വൺ, ലെറ്റ് മീ സീ. നമുക്ക് ലെറ്റ് മീ സീ. ഞാൻ നോക്കണോ. ലെറ്റ് മീ സീ. ഞാൻ നോക്കണോ എന്നുള്ള അർത്ഥമാണ്. നെക്സ്റ്റ് വൺ, ലെറ്റ് മീ ട്രൈ. ഞാൻ ട്രൈ ചെയ്യണോ. മറ്റൊരാൾ ട്രൈ ചെയ്തിട്ട് നടക്കാത്തൊരു കാര്യമാണെങ്കിൽ ഇപ്പോൾ ഞാൻ ട്രൈ ചെയ്യണോ, ലെറ്റ് മീ ട്രൈ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു സഹായം ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലെറ്റ് എന്നുള്ളത് ഉപയോഗിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഇനിയും കുറച്ച് ഉപയോഗങ്ങൾ കൂടി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതേതാണെന്നുള്ളത് നമുക്ക് നോക്കാം. അടുത്തൊരു കാര്യമാണ് ലെറ്റ് ഈസ് യൂസ്ഡ് ടു ഗിവ് പെർമിഷൻ ടു സംവൺ ടു ഡു സംതിങ്. പെർമിഷൻ കൊടുക്കുക. ആർക്ക്? ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പെർമിഷൻ കൊടുക്കുക, അത് അലോ ചെയ്യുക. ഇതിനു വേണ്ടിയിട്ടും നമ്മൾ ലെറ്റ് എന്നുള്ള വേർഡ് ഉപയോഗിക്കാറുണ്ട്. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എക്സാമ്പിൾ വരുന്ന സമയത്ത് മനസ്സിലാവും. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ലെറ്റ് ഈസ് യൂസ്ഡ് ടു ഗിവ് പെർമിഷൻ ടു സംവൺ ടു ഡു സംതിങ്. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ചെയ്യുന്നതിനുള്ള പെർമിഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ലെറ്റ് എന്നുള്ള ആ ഒരു പ്രയോഗം ഉപയോഗിക്കാറുണ്ട്. എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ലെറ്റ് ഹിം ഗോ. വാട്ട് ഡസ് ഇറ്റ് മീൻ? ലെറ്റ് ഹിം ഗോ. അവനെ പോകാൻ അനുവദിക്കൂ. ആ പെർമിഷൻ നമ്മൾ കൊടുക്കുകയാണ്, അലോ ചെയ്യാണ് പെർമിഷൻ. ലെറ്റ് ഹിം ഗോ. അവനെ പോവാൻ അനുവദിക്കൂ എന്നാണ് അതിന്റെ അർത്ഥം. ലെറ്റ് ഹിം സ്പീക്ക്. അവനെ സംസാരിക്കാൻ അനുവദിക്കൂ. ലെറ്റ് ഹിം സ്പീക്ക്. അവനെ സംസാരിക്കാൻ അനുവദിക്കൂ. അടുത്തൊരു എക്സാമ്പിൾ ആണ് they won't let him quit the job. they won't let. അവർ അനുവദിക്കില്ല. they won't let. അവർ അനുവദിക്കില്ല him അവനെ quit the job. ജോലി ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. ജോലി ഉപേക്ഷിക്കാൻ അവർ അവനെ അനുവദിക്കില്ല എന്നുള്ളതാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. they won't let him quit the job. ഓക്കെ, അവർ അവനെ ജോലി ഉപേക്ഷിക്കാൻ സമ്മതിക്കില്ല. നെക്സ്റ്റ് വൺ, ലെറ്റ് ഹെർ ഡു ഇറ്റ് ഹെർ വേ. ലെറ്റ് ഹെർ ഡു. അവളെ ചെയ്യാൻ അനുവദിക്കൂ. ഇറ്റ് അത്. ഹെർ വേ അവളുടെ രീതിയിൽ. അവളുടെ രീതിയിൽ അത് അവളെ ചെയ്യാൻ അനുവദിക്കൂ എന്ന് ഇംഗ്ലീഷിൽ പറയാനാണ് ലെറ്റ് ഹെർ ഡു ഇറ്റ് ഹെർ വേ എന്ന് പറയുന്നത്. അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ലെറ്റ് ഹിം അപ്ലൈ. ലെറ്റ് ഹിം അവനെ അനുവദിക്കൂ. അപ്ലൈ ഫോർ ദ ജോബ്. ജോലിക്ക് അപേക്ഷിക്കാൻ. ജോലിക്ക് അപേക്ഷിക്കാൻ അവന് പെർമിഷൻ കൊടുക്കുക, അവനെ അനുവദിക്കൂ എന്നുള്ളത് പറയാൻ ലെറ്റ് ഹിം അപ്ലൈ ഫോർ ദ ജോബ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ഓക്കെ, ഇനി നമുക്ക് ലെറ്റിന്റെ തന്നെ മറ്റൊരു ഉപയോഗം എന്താണ് എന്നുള്ളത് നോക്കാം. ലെറ്റ് ഈസ് യൂസ്ഡ് ടു ഷോ വാട്ട് യു ആർ ഗോയിങ് ടു സേ ഓർ ഡു. നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നത്, ഇത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ, അത് ഷോ, അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലെറ്റ് എന്നുള്ളത് ഉപയോഗിക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ പറയുകയാണെങ്കിൽ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ് എന്നൊക്കെ പറയാറില്ലേ. ഇത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമോ അല്ലെങ്കിൽ നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യമോ അത് എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ലെറ്റ് എന്നുള്ളത്. നമുക്ക് നോക്കാം. ലെറ്റ് മീ ഗിവ് യു ആൻ എക്സാമ്പിൾ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുക്കാൻ പോവാണ്, ചെയ്യാൻ പോണ ഒരു പ്രവൃത്തിയാണ്. അപ്പൊ അതിനു മുമ്പ് അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ലെറ്റ് ഉപയോഗിച്ചു. നോക്കിക്കേ, ലെറ്റ് മീ ഗിവ് യു ആൻ എക്സാമ്പിൾ. ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ തരട്ടെ, ഉദാഹരണം നൽകട്ടെ എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. നെക്സ്റ്റ് വൺ, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ കൊളീഗ് ടു യു. എന്റെ സഹപ്രവർത്തകനെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരട്ടെ. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ കൊളീഗ് ടു യു. അപ്പൊ ഈ സഹപ്രവർത്തകനെ, എന്റെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവാണ്. അപ്പൊ അതിനു മുമ്പ് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാമ്പിൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ കൊളീഗ് ടു യു. ഓക്കെ, സോ അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കേ. ലെറ്റ് മീ ഫിനിഷ് ഹിയർ. നമുക്ക് ഇവിടെ നിർത്തിയാലോ, ലെറ്റ് മീ ഫിനിഷ് ഹിയർ. അല്ലെങ്കിൽ ഇവിടെ അവസാനിപ്പിച്ചാലോ, ലെറ്റ് മീ ഫിനിഷ് ഹിയർ. ഓക്കെ, നെക്സ്റ്റ് വൺ, ലെറ്റ് മീ ആസ്ക് യു എ ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ലെറ്റ് മീ ആസ്ക് യു എ ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നെക്സ്റ്റ് വൺ,
ലെറ്റ് മീ ടെൽ യു, ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ. ലെറ്റ് മീ ടെൽ യു, ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ലെറ്റിന്റെ ഒരുപാട് പ്രയോഗങ്ങൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. നമ്മളൊരു കാര്യം പറയാൻ പോവാണ്, ചെയ്യാൻ പോവാണ്, അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലെറ്റ് ഉപയോഗിക്കാം. ഒരു പ്രവൃത്തി ഒരാൾ ചെയ്യാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഓഫറിംഗ് ഹെൽപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഗിവിംഗ് പെർമിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഒന്നുകൂടി നിങ്ങൾ ഡീപ്പായിട്ട് ഇത് പഠിക്കുക. നിങ്ങളുടേതായിട്ടുള്ള എക്സാമ്പിളുകൾ നിങ്ങൾ ഉണ്ടാക്കി അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് മാക്സിമം ലെറ്റ് എന്നുള്ള വേർഡിനെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. നന്നായിട്ട് ലെറ്റ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട ഒരുപാട് എക്സാമ്പിളുകൾ മേക്ക് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടി എക്സാമ്പിളുകൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നോക്കാം നമുക്ക്. മോർ സെന്റൻസസ്, ലെറ്റ് ഓർ ലെറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള കുറച്ച് സെന്റൻസുകൾ കൂടി. അപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് ഇത് ഡീപ്പായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഹി ഹാസ് ജസ്റ്റ് റിട്ടേൺ ഫ്രം ഓഫീസ്. ഹി ഹാസ് ജസ്റ്റ് റിട്ടേൺ, വാട്ട് ഡസ് ഇറ്റ് മീൻ? അദ്ദേഹം ഇപ്പോ, ജസ്റ്റ് എന്ന് ഉദ്ദേശിച്ച് ഇപ്പോൾ എന്നുള്ള ഒരർത്ഥത്തിലാണ്. ഹി ഹാസ് ജസ്റ്റ് റിട്ടേൺ ഫ്രം ഓഫീസ്, അദ്ദേഹം ഇപ്പോൾ ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ട്. ഹി ഈസ് ടയേർഡ്, ഹി ഈസ് സോ ടയേർഡ് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം വളരെ ടയേർഡാണ്, അല്ലെങ്കിൽ ഹി ഈസ് ടയേർഡ്, അദ്ദേഹം ടയേർഡാണ്. ലെറ്റ് ഹിം ടേക്ക് എ റെസ്റ്റ്, അദ്ദേഹത്തെ റെസ്റ്റ് എടുക്കാൻ അനുവദിക്കൂ എന്നുള്ളതാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. ഓക്കെ, ഒന്നുകൂടി പറയാം. ഹി ഹാസ് ജസ്റ്റ് റിട്ടേൺ ഫ്രം ഓഫീസ്, അദ്ദേഹം ഓഫീസിൽ നിന്ന് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ഹി ഈസ് ടയേർഡ്, അദ്ദേഹം ടയേർഡാണ്. ലെറ്റ് ഹിം ടേക്ക് എ റെസ്റ്റ്, അദ്ദേഹത്തെ റെസ്റ്റ് എടുക്കാൻ അനുവദിക്കൂ. അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ലെറ്റ് മീ ടെൽ യു സംതിങ്, ഞാൻ നിങ്ങളോട് എന്തെങ്കിലും സംസാരിച്ചോട്ടെ. ലെറ്റ് മീ ടെൽ യു സംതിങ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ലെറ്റ്സ് ഡു അവർ ഡ്യൂട്ടി, നമുക്ക് നമ്മുടെ ജോലി ചെയ്യാം. ലെറ്റ്സ് നോട്ട് വറി അബൌട്ട് ദ റിസൾട്ട്, നമ്മൾ റിസൾട്ടിനെ കുറിച്ച് വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. ലെറ്റ്സ് ഡു അവർ ഡ്യൂട്ടി, നമുക്ക് നമ്മുടെ ജോലി ചെയ്യാം. ലെറ്റ്സ് നോട്ട് വറി അബൌട്ട് ദ റിസൾട്ട്, നമുക്ക് റിസൾട്ടിനെ കുറിച്ച് വേവലാതിപ്പെടേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, ലെറ്റ് മീ ആസ്ക് യു എ ക്വസ്റ്റ്യൻ, ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം. ലെറ്റ് ഹിം ബി വിത്ത് അസ് ഫോർ എ ഫ്യൂ ഡേയ്സ്. ലെറ്റ് ഹിം ബി വിത്ത് അസ്, അദ്ദേഹത്തെ അനുവദിക്കുക. എന്തിന്? ബി വിത്ത് അസ്, ഞങ്ങളുടെ കൂടെ ആവാൻ. ഫോർ എ ഫ്യൂ ഡേയ്സ്, കുറച്ച് ദിവസത്തേക്ക് അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഇരിക്കാൻ അനുവദിക്കൂ, അദ്ദേഹത്തെ അനുവദിക്കൂ എന്നുള്ളതാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. ലെറ്റ് ഹിം ബി വിത്ത് അസ് ഫോർ എ ഫ്യൂ ഡേയ്സ്. ഓക്കെ, നെക്സ്റ്റ് സെന്റൻസ്, ലെറ്റ്സ് നോട്ട് ടേക്ക് റിസ്ക്, റിസ്ക് എടുക്കണ്ട. ലെറ്റ്സ് നോട്ട് ടേക്ക് റിസ്ക് എടുക്കണ്ട, നമുക്ക് റിസ്ക് എടുക്കണ്ട എന്നുള്ളതാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. ഓക്കെ, നമുക്ക് അടുത്ത സെന്റൻസ് നോക്കാം. ഡോണ്ട് ലെറ്റ് ഹിം ഗോ, ഡോണ്ട് ലെറ്റ് അനുവദിക്കരുത്, ഹിം ഗോ അദ്ദേഹത്തെ പോവാൻ. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തെ പോവാൻ അനുവദിക്കരുത് എന്ന് ഇംഗ്ലീഷിൽ പറയാൻ ഡോണ്ട് ലെറ്റ് ഹിം ഗോ എന്ന് പറഞ്ഞാൽ മതി. അടുത്തൊരു സെന്റൻസ്, ഡോണ്ട് ലെറ്റ് എനിബഡി ഇൻസൈഡ്, ഒരാളെയും അകത്തേക്ക് അനുവദിക്കരുത്. ഡോണ്ട് ലെറ്റ് എനിബഡി ഇൻസൈഡ്, അകത്തേക്ക് പ്രവേശിപ്പിക്കരുത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഈ ഒരു സെന്റൻസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഡോണ്ട് ലെറ്റ് എനിബഡി ഇൻസൈഡ്, ആരെയും അകത്തേക്ക് അനുവദിക്കരുത്. നെക്സ്റ്റ് വൺ, ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ വാട്ട് ഹാപ്പൻസ്, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ വാട്ട് ഹാപ്പൻസ്. അടുത്തൊരു സെന്റൻസ് നമുക്ക് നോക്കാം. ലെറ്റ്സ് നോട്ട് കോറൽ വിത്ത് ഈച്ച് അതർ, നമുക്ക് പരസ്പരം പരസ്പരം നമ്മൾ വഴക്കിടണ്ട. ലെറ്റ്സ് നോട്ട് കോറൽ വിത്ത് ഈച്ച് അതർ, നമ്മൾ പരസ്പരം വഴക്കിടണ്ട. നെക്സ്റ്റ് വൺ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ് നൗ, നമുക്ക് അതിനെക്കുറിച്ച് ഇപ്പൊ സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ് നൗ, നമുക്ക് അതിനെക്കുറിച്ച് ഇപ്പൊ സംസാരിക്കാം. നെക്സ്റ്റ് വൺ, ലെറ്റ് ഹിം ടേക്ക് വാട്ട് എവർ ഹി വാണ്ട്സ്, ഇതിന്റെ അർത്ഥം പ്രത്യേകം ശ്രദ്ധിക്കുക. ലെറ്റ് ഹിം, അദ്ദേഹത്തെ അനുവദിക്കുക. ടേക്ക് എടുക്കാൻ. വാട്ട് എവർ എന്താണോ, ഹി വാണ്ട്സ് അദ്ദേഹത്തിന് വേണ്ടത്. ഇവിടെ വാണ്ട്സ് എന്ന് വരാനുള്ള കാരണം ഹി എന്നുള്ളത് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ലെറ്റ് ഹിം ടേക്ക്, അദ്ദേഹത്തെ എടുക്കാൻ അനുവദിക്കൂ. വാട്ട് എവർ ഹി വാണ്ട്സ്, അദ്ദേഹത്തിന് എന്താണോ വേണ്ടത്. ഇതാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. അടുത്തൊരു സെന്റൻസ് നമുക്ക് നോക്കാം. ലെറ്റ് അസ് ഗോ ബൈ ടാക്സി, നമുക്ക് ടാക്സിയിൽ പോകാം എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, ലെറ്റ്സ് ഗോ ബൈ ടാക്സി ഓർ ലെറ്റ് അസ് ഗോ ബൈ ടാക്സി, നമുക്ക് ടാക്സിയിൽ പോകാം. അടുത്ത സെന്റൻസ്, ലെറ്റ്സ് ഗോ ആൻഡ് മീറ്റ് ദം ഇൻ പേഴ്സൺ, നമുക്ക് പേഴ്സണലി അദ്ദേഹത്തെ അല്ല അവരെ പോയിട്ട് മീറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ലെറ്റ്സ് ഗോ, നമുക്ക് പോകാം. ആൻഡ് മീറ്റ്, പോയി അവരെ കാണാം എന്നുള്ള അർത്ഥത്തിലാണ് ലെറ്റ്സ് ഗോ ആൻഡ് മീറ്റ് എന്നുള്ളത് ഉപയോഗിച്ചിട്ട്. നമുക്ക് അവരെ പോയി കാണാം.
ലെറ്റ്സ് ഗോ ആൻഡ് മീറ്റ് ദം ഇൻ പേഴ്സൺ. പേഴ്സണലി ആയിട്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഇങ്ങനെ ഒരു സെന്റൻസ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്നുകൂടി ആവർത്തിക്കാം. ലെറ്റ്സ് ഗോ ആൻഡ് മീറ്റ് ദം ഇൻ പേഴ്സൺ. അടുത്തൊരു സെന്റൻസ്, ലെറ്റ് ഹർ കണ്ടിന്യൂ ഹർ സ്റ്റഡീസ്. ലെറ്റ് ഹർ അവളെ അനുവദിക്കാം കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്യാൻ ഹെർ സ്റ്റഡീസ്, അവളുടെ പഠനം കണ്ടിന്യൂ ചെയ്യാൻ അവളെ അനുവദിക്കാം എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ലെറ്റ് ഹെർ കണ്ടിന്യൂ ഹെർ സ്റ്റഡീസ്, അവളുടെ പഠനം കണ്ടിന്യൂ ചെയ്യാൻ അവളെ അനുവദിക്കുക. നെക്സ്റ്റ് വൺ, ലെറ്റ് ഹെർ സ്പീക്ക്. വാട്ട് ഡസ് ഇറ്റ് മീൻ? അവളെ സംസാരിക്കാൻ അനുവദിക്കൂ. നെക്സ്റ്റ് വൺ, ലെറ്റ്സ് നോട്ട് ഡിസ്റ്റർബ് ഹിം. അവനെ ശല്യം ചെയ്യരുത്. ലെറ്റ്സ് ആണ് അവിടെ. അപ്പോ നമുക്ക് ലെറ്റ്സ് നോട്ട് ഡിസ്റ്റർബ് ഹിം, നമുക്ക് അവനെ ശല്യം ചെയ്യേണ്ട എന്നുള്ള അർത്ഥമാണ്. ലെറ്റ്സ് നോട്ട് ഡിസ്റ്റർബ് ഹിം, നമുക്ക് അവനെ ശല്യം ചെയ്യേണ്ട. അടുത്തൊരു സെന്റൻസ്, ലെറ്റ്സ് ഫോർഗിവ് ആൻഡ് ഫോർഗെറ്റ്. നമുക്ക് വിട്ടുകൊടുക്കാം, ക്ഷമിക്കാം. ആൻഡ് ഫോർഗെറ്റ്, ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യാം. ലെറ്റ്സ് ഫോർഗിവ് ആൻഡ് ഫോർഗെറ്റ്, നമുക്ക് ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു സെന്റൻസിന്റെ അർത്ഥം. നെക്സ്റ്റ് വൺ, ലെറ്റ്സ് ഗോ ഔട്ട്. നമുക്ക് പുറത്തു പോകാം. ലെറ്റ്സ് ഗോ ഔട്ട്, നമുക്ക് പുറത്തു പോകാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ലെറ്റ് എന്നുള്ളതിന്റെയും ലെറ്റ്സ് എന്നുള്ളതിന്റെയും ഉപയോഗങ്ങൾ വളരെ ഡീപ്പായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കൂടാതെ ഒരുപാട് സെന്റൻസുകളും നമ്മൾ അനലൈസ് ചെയ്തു കഴിഞ്ഞു. നിങ്ങൾക്ക് ലെറ്റ് എന്നുള്ളത് എവിടെ ഉപയോഗിക്കണം, ലെറ്റ്സ് എവിടെ ഉപയോഗിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ മാറിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ എനിവേ, ഞാൻ ലെസൺസ് ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ലെസൺസ് ആണ്. ഇപ്പൊ ലെറ്റ് എന്നുള്ളത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ടാണ് ഈ ലെസൺ പ്രത്യേകം ഇരുന്ന് ചെയ്തത്. സോ നിങ്ങളുടെ വിലയേറിയ ക്വസ്റ്റ്യൻസ് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യം ലെസൺസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഫസ്റ്റ്. പിന്നെ നിങ്ങളുടെ ആ ഒരു ഗ്രേറ്റ് സപ്പോർട്ടിന്, എൻ്റെ യൂട്യൂബ് ചാനൽ ഗ്രോ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഗ്രേറ്റ് സപ്പോർട്ടിന് നിങ്ങൾക്ക് വളരെയധികം താങ്ക്സ്, ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.